നമസ്കാരം സാർ. അല്ല, CK സാറുണ്ടോ? ഇരിക്കൂ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം അറിയാമല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. അതറിയാം. അപ്പച്ച മുതലാളി കോൾ അടിച്ചിരിക്കല്ലേ? റേഷൻ കടയിൽ അരിയില്ലാത്ത പിന്നെ നിങ്ങൾക്ക് കൊയ്ത്തല്ലേ? ഞങ്ങളുടെ സമര ഫണ്ടിലേക്ക് കാര്യമായ ഒരു തുക സംഭാവന തരണം. അതിനെന്താ, തരാമല്ലോ. ഇത് 5000 രൂപയുണ്ട്. അത് പോരാ. ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ ഉടനെ നിങ്ങൾ അരിക്ക് വില കൂട്ടിയില്ലേ? അതുകൊണ്ട് എത്ര ലക്ഷം രൂപ അപ്പച്ചൻ മുതലാളി ലാഭം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടന്ന് ആ പണി മുടക്കുന്നത്. ഞങ്ങൾ അപ്പച്ചൻ മുതലാളിക്ക് ഇട്ടിരിക്കുന്ന ടാർഗറ്റ് 25000 രൂപയാണ്. 25000 രൂപയോ? അപ്പച്ച, കാര്യമായ ഒരു ആവശ്യം വരുമ്പോഴേ ഞങ്ങളൊക്കെ ഇറങ്ങി ചോദിക്കും. ഒട്ടും മടിക്കണ്ട, തന്നോളൂ. രസീത് പുറകെ അയച്ചു തരാം. അയ്യോ, രസീതൊന്നും വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ. നാട്ടിലൊന്നും അരി കിട്ടാത്തത് കൊണ്ട് ഞാൻ തഞ്ചാവൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വരുത്തുകയാണ്. ഈ സമരമെങ്ങാനും പെട്ടെന്ന് നിന്നു പോയാൽ എന്റെ വയറ്റത്തടി. അരി എന്ന് വരും? അടുത്ത ആഴ്ചയിൽ വരും. എടാ, സമരം ഇപ്പോഴൊന്നും തീരത്തില്ല എന്നാ പറയുന്നത്. ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഗോഡൌണിൽ നിന്ന് അരി പുറത്തേക്ക് ഇറക്കണ്ട. വില കൂടട്ടെ. എത്രയാ? 2 കിലോ. 2 കിലോ നോക്ക്. ഇന്നലെ വരെ 3000 രൂപയ്ക്ക് വിറ്റ അരിക്ക് ഇന്ന് 5 രൂപയോ? വീട്ടിലെ പെണ്ണുങ്ങളാണ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് കരുതി താൻ പറ്റിക്കാൻ നോക്കണോ? താൻ എന്താ വിചാരിച്ചത്? ബാസിന് ആരോടാ ചൂടാകുന്നത്? അന്നത്തെ മാർക്കറ്റ് റേറ്റിനാ ഞാൻ അരി വാങ്ങിക്കുന്നത് വിൽക്കുന്നത്. തനിക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഈ നാട്ടുകാർക്ക് തന്റെ ഇടമില്ലാഞ്ഞിട്ടാ ഈ കരിഞ്ചന്ത ഇവിടെ നടക്കുന്നത്. ഇവന്റെ ഒക്കെ കട അടിച്ചു പൊളിക്കാൻ തന്റെ ഉള്ള ആണുങ്ങളില്ലാടാ അവിടെ. ഫുഡ് കോർപ്പറേഷനിൽ പണിമുടക്കിയ താനാണോടോ ഇത് അന്വേഷിക്കുന്നത്? നാട്ടുകാർക്ക് ചുമയുണ്ടായിരുന്നെങ്കിൽ ആദ്യം അടിക്കേണ്ടത് തനിക്കിട്ടായിരുന്നു. എന്താടാ പറഞ്ഞത്? അവൻ പറഞ്ഞ സത്യമല്ലേ? വിടാനെ വിടാൻ. രാമു, മാവേലി സ്റ്റോറിലും റേഷൻ കടയിൽ അരിയില്ലാത്തതിന്റെ കാരണം നിന്റെയൊക്കെ പണി മുടക്കല്ലേ? ഈ അവസരം കുത്തക കച്ചവടക്കാർ മുതലെടുക്കുന്നെങ്കിൽ അവർക്ക് കൂട്ടുന്നത് നിങ്ങളാ. പണി മുടക്കിയ തൊഴിലാളികൾ. ബാസിം പോ. പണ്ട് ഈ ആലപ്പുഴ തുറമുഖത്തടുക്കുന്ന അനവധി കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്നു ഈ ലൈറ്റ് ഹൗസ്. ഇന്നോ പിക്നിക്കിന് വരുന്ന സ്കൂൾ കുട്ടികൾക്ക് കാണിക്കുന്ന ഒരു കാഴ്ചവസ്തുവായി മാറിപ്പോയി. അന്നൊക്കെ ഈ നേരത്ത് തൊഴിലാളികളുടെ തിരക്ക് കാരണം ഈ റൂട്ടിലൂടെ വഴി നടക്കാൻ ഒക്കില്ലായിരുന്നു. കയർ ഫാക്ടറി തൊഴിലാളികളും വള്ളക്കാരും ചുമട്ടുകാരും കയറും കശുവണ്ടിയും മലഞ്ചരക്കും കയറ്റി തുറമുഖത്തെത്തുന്ന വാഹനങ്ങളും ഒരു പള്ളിപ്പെരുന്നാളുടെ തിരക്കായിരുന്നു അന്നൊക്കെ. ഇപ്പോഴത്തെ നോക്കിക്കേ. ഈ നാശങ്ങളൊക്കെ ആര് കാണാൻ? കയർ ഫാക്ടറികൾ, പാണ്ഡികശാലകൾ ഇവയൊക്കെ അടച്ചു പൂട്ടിയിട്ട് വർഷങ്ങളായി. മുമ്പ് നാടൻ വള്ളങ്ങളും കൂറ്റൻ പട്ടയന്മാരികളും വിദേശ കപ്പലുകളും കൊണ്ട് നിറഞ്ഞിരുന്ന ഈ ആലപ്പുഴ തുറമുഖം നീ കാണട, ഇന്നൊരു ശ്മശാനം പോലെയായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സമരങ്ങൾ, അനാവശ്യ സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടകങ്ങളായി പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ച് വർഷങ്ങളായി നടത്തി വന്ന സമരങ്ങൾ. കമ്പനികളും മുതലാളിമാരും വേറെ മാനങ്ങൾ തേടിപ്പോയി. നേതാക്കന്മാരും തലം വിട്ടു. പാവപ്പെട്ട തൊഴിലാളി മാത്രം വെച്ചത് പട്ടിണിയും തൊഴിലില്ലായ്മയും. ഇതിന്റെ എല്ലാ കെടുതികളും ഇന്ന് അനുഭവിക്കുന്നത് ആ തൊഴിലാളികളുടെ അടുത്ത തലമുറയാണ്. നാളെ കൊച്ചി തുറമുഖത്തിന്റെ ഗതിയിൽ ഇതുപോലെ ആവില്ലെന്ന് എന്താണല്ലോ. ഇതൊക്കെ ആരോട് പറയാനാ? ആർക്കു വേണ്ടിയാണ് ഈ പണിമുടക്ക്? ഒരു യൂണിയനെങ്കിലും നമ്മളോട് ആരോടെങ്കിലും ആലോചിച്ചുകൊണ്ടാണോ ഈ പണിമുടക്ക് തുടങ്ങിയത്?
അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നേതാക്കന്മാർ നമ്മൾ തൊഴിലാളികളെ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. പീറ്റർ എന്താണ് ഈ പറയുന്നത്? പണിമുടക്കൊണ്ട് തൊഴിലാളികൾക്ക് പ്രയോജനമില്ലെന്നാണോ? ഉണ്ട്. പക്ഷെ നമ്മൾ 3000 പേര് അനാവശ്യമായി പണിമുടക്കുമ്പോൾ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 50,000-ൽ പരം മറ്റു തൊഴിലാളികൾ ദിവസങ്ങളായിട്ട് പട്ടിണിയിലല്ലേ? അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ? മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്തിനു നോക്കണം? അവരും നമ്മളെപ്പോലെ തന്നെയുള്ള തൊഴിലാളികളായതുകൊണ്ട്. പീറ്റർ ഒരു കരിങ്കാലി മാതിരി സംസാരിക്കരുത്. പണിമുടക്ക് തൊഴിലാളിയുടെ മൗലികാവകാശമാണ് എന്നും പറഞ്ഞ് സമരങ്ങൾ നടത്തി സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാനാണ് പോകുന്നതെങ്കിൽ നാളെ എന്ത് നടക്കും? ഇന്നത്തെ കാര്യം പറയൂ, നാളത്തെ കാര്യം ആരും ചോദിച്ചില്ലല്ലോ. നാളെ ഈ പോർട്ടിൽ ജോലി ചെയ്യേണ്ടത് നിന്റെ അനുജനും നിന്റെ മകനുമാണ്. അത് മറന്നുകൊണ്ട് ഉള്ളതെല്ലാം നശിപ്പിച്ചാൽ നാളെ അടുത്ത തലമുറയോട് നമ്മൾ എന്ത് ഉത്തരം പറയും? അതിനിപ്പോ യൂണിയൻ എന്ത് ചെയ്യണമെന്ന്? യൂണിയൻ അല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കേണ്ടത്. വ്യത്യസ്ത യൂണിയൻകാരാണെങ്കിലും നമ്മളെല്ലാവരും ഈ പോർട്ടിലെ തൊഴിലാളികളാണ്. ഇന്നിവിടെ നടത്തുന്ന പണിമുടക്ക് സത്യത്തിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. ഇതുടനെ അവസാനിപ്പിക്കണം. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വരണം. ഒരു സംയുക്ത സമരസമിതി നടത്തുന്ന പണിമുടക്കിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിയൻ പ്രവർത്തകൻ തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. എന്ത് കാര്യവും നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാമല്ലോ. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്താ പീറ്ററിന് പറയാനുള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പണിമുടക്ക് ഉടനെ പിൻവലിക്കണം. അപ്പോൾ ഞങ്ങൾ കേട്ടത് ശരിയാണ്. നേതൃത്വത്തിനെതിരായി നിങ്ങൾ തന്നെയല്ലേ പുറത്ത് പ്രചരിപ്പിക്കുന്നത്? അതെ, നേതൃത്വം തൊഴിലാളിയോട് ആലോചിച്ചുകൊണ്ടല്ലോ ഈ സമരം തുടങ്ങിയത്. അത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോൾ എതിർക്കുന്നു. പീറ്റർ ഒരിക്കലും ഒരു കരിങ്കാലിയാവരുത്. വർഗബോധമുള്ള ഒരു തൊഴിലാളി സ്വന്തം അണികളെ വഞ്ചിക്കുകയല്ല വേണ്ടത്. തൊഴിലാളികളെ വഞ്ചിച്ചത് നിങ്ങൾ നേതാക്കന്മാരാണ്. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പണമുണ്ടാക്കി, മണിമാളിക പണിതു, നാട്ടിലെ പ്രമാണിമാരായി. ഇനിയിപ്പോ ഈ നാട്ടിലെ നാറിയ രാഷ്ട്രീയത്തിൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വിഴുപ്പലക്കിക്കണം. അതിനല്ലേ ഈ പണിമുടക്ക്? ഞങ്ങൾ അതിന് കിട്ടില്ല. നിർത്തണോ? ആരാ തന്റെ ഈ ഞങ്ങൾ? ഈ പണിമുടക്കിനെ എതിർക്കുന്ന തൊഴിലാളികൾ. ഈ എതിർക്കുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യുമെന്ന്? നിങ്ങൾ ഈ പണിമുടക്ക് പിൻവലിച്ചില്ലെങ്കിൽ നാളെ അവർ ജോലിക്ക് കയറും. ഇവന്റെ ഈ പോക്ക് അപകടമാണ്. അവനെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ല. ഒരു പരീക്ഷണത്തിന് വിടേണ്ട സന്ദർഭമല്ലിത്. മുളയിലെ നുള്ളിക്കളയുന്നതാണ് ബുദ്ധി. ശരി, പീറ്ററിനെ ശബ്ദിക്കില്ല. അത് അത്രയ്ക്ക് വേണോ? വേണം. ജനാർദ്ദന് വല്ല വിഷമവും? അതല്ല, വേറൊരു വഴിയുമില്ലേ? ഇല്ല. പീറ്ററെ, ഈ പണിമുടക്കിന് സത്യത്തിൽ ഞങ്ങളെതിരാണ്. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. എങ്ങനെയെങ്കിലും ഈ പണിമുടക്കുടനെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. നമ്മുടെ യൂണിയനിൽ നിന്ന് 30 പേർ നാളെ പോർട്ടിൽ ജോലിക്ക് വരാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അത് പറയാമെന്നാണ്. രാമു, നീ വീട്ടിലേക്കല്ലേ? അതെ. എനിക്ക് അലിക്കോയെ അത്യാവശ്യമായെന്ന് കാണണം. നീ ഇത് മേരടി കൊടുത്തേക്ക്. പറഞ്ഞ പോലെ രാവിലെ എല്ലാവരും പണിക്കേറണം.